വേദിയിലും ഒന്ന് രണ്ടാളുടെ പേരറിയുന്നില്ല. അതുകൊണ്ടാണ് മേനോൻ സാറല്ലേ സ്വാഗതം പറഞ്ഞ സ്വാഗതം ആശംസിച്ച ശ്രീ കൃഷ്ണൻകുട്ടി അവറുകൾ, പരിചയപ്പെടുത്തിയ ശ്രീ ഗോപകുമാർ, ആരാധ്യയായിട്ടുള്ള പ്രമിള ശശിധരൻജി, നമ്മുടെ ജ്യോതി, രേണുക ചേച്ചി, ശ്രീമതി അംബിക, എന്റെ പ്രിയപ്പെട്ട ശ്രീമതി ശാന്തകുമാരി, ശ്രീമതി ജ്യോതി ബാലചന്ദ്രൻ, എന്റെ ആരാധനായിട്ടുള്ള ശിവരാജേട്ടൻ, അതുപോലെ സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗം നടത്താൻ സമയത്തിന്റെ പരിമിതിയുണ്ട്. അതുകൂടാതെ ഇത്രയും സമയം എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്ന് കാത്തിരുന്നതിന് മൈക്ക് ശരിയാവും തോന്നുന്നില്ല. പിണറായി പറഞ്ഞ പോലെ നമുക്ക് ദേഷ്യമില്ല, അതുകൊണ്ട് ഇത് മാറ്റിവെച്ചാലോ? അവിടെ ലൂസ് കോണ്ടാക്ട് ആണോ എന്ന് സംശയം. അപ്പൊ ഇതാ കുറച്ച് മുന്നോട്ട് പോയാൽ അവരുണ്ടാവും. അപ്പൊ ഇവിടെ ഇത്രയും നേരം കാണാൻ വേണ്ടിയിട്ട് വന്ന് കാത്തിരുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇരട്ട ജോലി പാലക്കാടിലെ സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാർ ശോഭയെ ഏൽപ്പിക്കാൻ പോകുന്നു എന്നാണ് അതിനർത്ഥം. കാരണം വലിയ വലിയ ജോലിയൊക്കെ ചെയ്ത് സർവീസിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇത്തവണ ഒരാളുടെ പ്രസംഗം കേൾക്കാനും പോവാറില്ല, ഒരു കാര്യത്തിലും ഇടപെടാറില്ല. പക്ഷേ മോദിജിയോടുള്ള സ്നേഹം കൊണ്ട് നരേന്ദ്രമോദിജിയെ ഹൃദയത്തിലേറ്റിയിട്ടുള്ള ആളുകൾ മോദിജിയുടെ കൈയൊന്ന് തൊടാനും മോദിജിയോടൊപ്പം ഇരുന്ന് രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനും സാധിച്ചിട്ടുള്ള ശോഭയ്ക്കും അതിന്റെ ഒരു സ്നേഹം തരികയാണ് എന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യം. അപ്പോ ഇങ്ങനെ ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾക്ക് കുറെ സമയം വൈകിയത് എന്താന്ന് ചോദിച്ചാൽ, പാലക്കാട് BJP ജയിക്കുമെന്ന് ഏതാണ്ടൊരു ഉറപ്പ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ കിട്ടിയിട്ടുണ്ട്. അപ്പോ എന്തുണ്ടായി? ഇന്നലെ നമ്മുടെ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിയോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾക്ക് ഈ സ്ത്രീ പീഡനങ്ങളെ കുറിച്ച് എന്താ അഭിപ്രായം? ഒരാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ആ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ആള് പറഞ്ഞു, അത് ഈ ബലാത്കാരം ചെയ്യുക അല്ലെങ്കിൽ പീഡിപ്പിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ അവരുടെ വ്യക്തിപരമായ കാര്യമാണെന്ന് പറഞ്ഞു. അപ്പൊ വ്യക്തിപരമായ കാര്യമാണ് എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ പറയാൻ തന്നെ മോശമാണ്. കാരണം കിളിരൂരിലൊരു പെൺകുട്ടി ഇതുപോലെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. അവളുടെ പേര് ഷാരി എന്നായിരുന്നു. കവിയൂരിലെ ഒരു ബ്രാഹ്മണ കുടുംബം, അദ്ദേഹത്തിന് പൂജ മാത്രമേ അറിയൂ. ഒരു അമ്പലത്തിൽ ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്തിരുന്ന ഒരു പൂജാരിയെയും കുടുംബത്തെയും അച്ഛൻ മകളെ ബലാത്കാരം ചെയ്തു എന്ന് കഥയുണ്ടാക്കി വലിയൊരു സെക്സ് റാക്കറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അനഘ എന്ന് പറയുന്ന പെൺകുട്ടിയും അച്ഛനും എല്ലാവരും അവരെ ഒരുമിച്ച് ആത്മഹത്യ ചെയ്തു. അപ്പൊ ആ കിളിരൂരിലും കവിയൂരിലും ഉൾപ്പെടെ ഒരുപാട് പെൺകുട്ടികൾ പിച്ചി ചീന്തി എറിയപ്പെട്ട കേരളത്തില് നമ്മുടെ പാലക്കാട് ഒരു മുനിസിപ്പൽ കൗൺസിലർ ആ പെൺകുട്ടി പറയാണ് മാധ്യമങ്ങളോട്, എനിക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല, ആ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കുമ്പോൾ വീഡിയോ കോൾ വിളിച്ച് ഷാഫി പറമ്പിലിനെ കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് എന്റെ ആശാൻ എന്ന് ഒരു മുനിസിപ്പൽ കൗൺസിലർക്ക് പറയണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇവർ ഈ പാലക്കാട് ചെയ്തിട്ടുണ്ടാവും. ഇതൊരു ഹൊറർ സിനിമയെ വെല്ലുന്ന അനുഭവമാണ് ആളുകൾക്ക്. ആ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലായ അമ്മമാരിൽ ചിലർ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീകളെ ആക്ഷേപിക്കുന്ന രീതിയിൽ നിങ്ങളൊരു മറുപടി പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ആ ഗ്യാങ്ങിലുള്ള ആൾക്കാരെ പച്ചത്തെറിയാണ് വിളിച്ചു പറഞ്ഞത്. തെറി പറഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും അമ്മമാർക്ക് പ്രതിഷേധം ഉണ്ടാവും, അവര് വീണ്ടും സംസാരിക്കും. അങ്ങനെ ഒരു വാക്ക് തർക്കം അവിടെ ഉണ്ടായപ്പോ മുഖ്യമന്ത്രി പിണറായി പത്രസമ്മേളനത്തിൽ പ്രസംഗത്തിൽ പറയാണ്, ഇവിടെ UDF സ്ഥാനാർത്ഥിക്ക് ജനാധിപത്യം ഇല്ല. അപ്പൊ എന്താ കാരണം ശോഭയെ ജയിക്കാൻ പോണത്. അപ്പോ അതിനെ എങ്ങനെയെങ്കിലും ഡൈവേർട്ട് ചെയ്യണം. അതിനെങ്ങനെയും ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ജനാധിപത്യ ധ്വംസകയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയണം. അതല്ലേ അതിന്റെ ഉദ്ദേശം. പക്ഷെ ഇതേ മുഖ്യമന്ത്രി പാർട്ടിയുടെ
ശൈലജ ടീച്ചർ എന്ന് പറയുന്ന മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ആ സ്ത്രീയെ ഷാഫി പറമ്പിലും ടീമും ചേർന്ന് വൃത്തികെട്ട രീതിയിൽ സൈബർ ആക്രമണം നടത്തി. കാമാന്നൊരക്ഷരം പിണറായി വിജയൻ വേണ്ടിയില്ല. സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു സ്ത്രീക്കെതിരെ ആക്ഷേപമുണ്ടായിട്ട് മൗനം പാലിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ ശോഭ ജനാധിപത്യത്തെ ധ്വംസിക്കുന്നു എന്നർത്ഥം വരുന്ന രീതിയിൽ പത്രസമ്മേളനം, പ്രസംഗം. വി ഡി സതീശൻ പറയണ പാലക്കാട് ഒന്നും നടക്കില്ല എന്നാ പറയുന്നത്. എന്ത്? ഇവിടെ ഒരു ജനാധിപത്യം ഇല്ല എന്നാ പറയുന്നത്. ഇവിടെ ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഏത് അമ്മയാകട്ടെ, ഏത് സഹോദരിയാകട്ടെ, ഏത് പെൺകുട്ടിയാവട്ടെ, എനിക്ക് തെരഞ്ഞെടുപ്പ് രണ്ടാമത്തെ കാര്യമാണ്. ഞാൻ കഴിഞ്ഞ 30 വർഷമായി കേരളത്തിലെ പെൺകുട്ടികളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പോരാട്ടം നടത്തുന്നതെങ്കിൽ സ്ഥാനാർത്ഥി രണ്ടാമതാണ്, ഒന്നാമത് സ്ത്രീത്വത്തെ സംരക്ഷിക്കലാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ ഈ തെരുവീതിയിൽ നിൽക്കുന്നത്. അപ്പോ ശോഭയുടെ വാക്കുകൾ കനക്കും, ശബ്ദം വർദ്ധിക്കും. കാരണം എനിക്ക് അഭിനയിക്കാൻ, ഞാൻ സിനിമയിലല്ല പ്രവർത്തിക്കുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത് പൊതുജനങ്ങളുടെ ഇടയിലാണ്. ഒരു കുട്ടി അങ്ങനെ കരയുമ്പോൾ എനിക്ക് വേദനയുണ്ടാവും. ഞാൻ ദേശീയ വിമൻ കമ്മീഷന് പരാതി കൊടുത്തു. ദേശീയ വിമൻ കമ്മീഷൻ ഇന്നലെ തന്നെ ആക്ട് ചെയ്തു. പാലക്കാടിലെ SP യെ ഫോണിൽ വിളിച്ചു, വിവരങ്ങളെല്ലാം അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ST കമ്മീഷനും ഈ കാര്യത്തിൽ ഇടപെടും. ഞാൻ പറഞ്ഞു വരുന്നത്, സ്വാഭാവികമായിട്ട് എന്താ ഒരു സ്ഥാനാർത്ഥി പറയേണ്ടത്? സ്ത്രീകളെ ഉപദ്രവിക്കാൻ പാടില്ല. എന്റെ പാർട്ടിയിലാവട്ടെ വേറെ പാർട്ടിയിലാവട്ടെ തെറ്റ് ചെയ്താൽ മാറ്റി നിർത്തും. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ, മുനിസിപ്പൽ കൗൺസിലർ സ്ഥാനത്തിന് ഇരിക്കാൻ പാടില്ല, പാടുവോ? മാറി നിൽക്കണം എന്ന് പറയേണ്ടതിന് പകരം, ആ വ്യക്തിക്കെതിരെ കേസെടുക്കേണ്ടതിന് പകരം അമ്മമാർക്കെതിരെ ഇപ്പൊ പിണറായി കേസെടുത്തിരിക്കുകയാണ്. കേസൊന്നും ഒരു പുത്തരിയല്ല അവിടുത്തെ അമ്മമാർക്ക്. ഇപ്പൊ ഞാനൊക്കെ ശബരിമലയില് 100 കണക്കിന് കേസാണ് എനിക്ക് ചാർത്തി തന്നത്. വേറെ കാര്യം ഞാൻ പറയാം, ആറ്റിങ്ങലിൽ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ്, ഇവിടെ പല മാധ്യമങ്ങളും ഉണ്ട്, മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആറ്റിങ്ങൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ 150-ലധികം വരുന്ന ആളുകൾ വടിവാളും ആക്രമിക്കാനുള്ള ആയുധങ്ങളുമായി അവിടെ പള്ളിച്ചൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒത്തുകൂടിയിട്ട് എന്റെ പ്രസംഗ വാഹനത്തെ തടഞ്ഞു. എന്താ കേസെടുക്കാഞ്ഞത്? എന്താ ഒരക്ഷരം കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാതിരുന്നത്? അപ്പൊ സ്ത്രീത്വം സംരക്ഷിക്കണ്ടേ? അപ്പൊ ജനാധിപത്യം വേണ്ടേ? എന്നിട്ടോ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോ എനിക്ക് വാറണ്ട്, ആ കേസിൽ, എന്നെ തടഞ്ഞ കേസിൽ എനിക്ക് വാറണ്ട് ഇഷ്യൂ ചെയ്തു. പോലീസുകാർ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഏതോ നമ്പർ ഇട്ട് പ്രത്യേക വകുപ്പ് ചാർത്തി ഒരു ക്രിമിനൽ പോലെ എന്നെ കൊണ്ടുപോയി അവിടെ കോടതി മുറിക്കുള്ളിൽ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഞാൻ ജാമ്യം ഇറങ്ങി. പൊന്നാനിയിൽ കേസുണ്ടായി. മഞ്ചേരിയിൽ തീവ്രവാദ പരിശീലനം നടക്കുന്ന കേന്ദ്രം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 16 കൊല്ലം മുമ്പ് നമ്മൾ സമരം നടത്തി. ആ സമരത്തിൽ ഞാൻ 2ാം പ്രതിയാണ്. ആ സമരം നടത്തി കഴിഞ്ഞ് ഇപ്പോ ദേശീയ NIA, നമ്മുടെ രാജ്യത്തിന്റെ NIA വന്ന് ആ കേന്ദ്രം അടച്ചുപൂട്ടി. അതിൽ എനിക്ക് കേസ്. ഞാൻ ജാമ്യം എടുക്കാൻ വേണ്ടി ഈ ഇലക്ഷന്റെ ഇടയിൽ തിരക്കിട്ട് 16-18 കൊല്ലം മുമ്പ് നടത്തിയ ഒരു വിഷയത്തിൽ ഇപ്പൊ പെട്ടെന്നൊരു വാറണ്ട് എങ്ങനെ ഉണ്ടായി? അവിടെയും പോയി നമ്മൾ ജാമ്യം ഇറങ്ങി. ജാമ്യം എടുക്കാൻ മുമ്പ് പഴയ കാലല്ല. പണ്ട് BJPക്ക് 5 രൂപ കൊടുക്കാൻ കേരളത്തിൽ ആളില്ല, BJPക്ക് ഒരു കാറില്ല, യാത്ര ചെയ്യാൻ ഒരു സാഹചര്യം ഇല്ല. 12 വക്കീലന്മാരാണ് കോട്ടിട്ട് എന്റെ കൂടെ നടന്നത്. പഴയകാല നേതാവ് മലപ്പുറം ജില്ലയിലെ മാഞ്ചേരി നാരായണൻ സാറ് മുതൽ താഴെ തട്ടിലുള്ള ഒരു ചെറുപ്പക്കാരനായ വക്കീൽ വരെയുള്ള 10-12 ആളുകൾ വന്ന് നിങ്ങളുടെ ശോഭയെ സ്വീകരിച്ചു കൊണ്ടുപോയി മഞ്ചേരിയില് ജാമ്യം ഇറങ്ങി. ഞാൻ പോന്നു. പക്ഷെ എന്നെ ആ കോടതി മുറിയിൽ 2.5 മണിക്കൂർ ഇരുത്തി ജഡ്ജ്. അതിന്റെ മറ്റു മെറിറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും മാർക്സിസ്റ്റ് പാർട്ടി പോലെ അല്ലാത്തതുകൊണ്ട് കോടതി അലക്ഷ്യം വരാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതൊരു വലിയ ചരിത്രമായിരുന്നു. പ്രമീള ചേച്ചി കണ്ടു. 2 മണിക്കൂറിലധികം ഞങ്ങൾ അതിനകത്ത് കാത്തിരുന്നു. അത് അവിടെ നിൽക്കട്ടെ. അപ്പോ ഇവിടെ അമ്മമാരെ ചോദ്യം ചെയ്താൽ അമ്മമാർ പ്രതികരിക്കും. അതിന്റെ മുഴുവൻ കുത്തകപ്പാട്ടം ശോഭാ സുരേന്ദ്രൻ ഏറ്റെടുക്കാൻ പറ്റുമോ? ചില അമ്മമാര് ശാന്തമായിട്ട് സംസാരിക്കും. കാരണം ഇത് അന്നലക്ഷ്മിയാണ്, അഷ്ടലക്ഷ്മിയാണ്, ദുർഗയാണ്, കാളിയാണ്, പല പല രൂപത്തിലാണ് സ്ത്രീകളുടെ പ്രതികരണം വരിക. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രതികരണങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ UDFന്റെ സ്ഥാനാർത്ഥി, ഞാൻ നിങ്ങളെ ഒരു സഹോദരനെ പോലെ സംസാരിക്കുകയാണ്, നല്ല നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോയാൽ, നല്ല വാക്കുകൾ ഉപയോഗിച്ചാൽ ഒരു പ്രശ്നവും വരില്ല. അമ്മമാരെ എവിടെയും തടയാനും വരില്ല. നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം പറയും, ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം പറയും. പിന്നെ സിനിമ നടനെ കൊണ്ടുവരാന്നൊന്നും ഞാൻ പാലക്കാട് വാക്ക് കൊടുത്തിട്ടില്ല. ഞാൻ ഈ രാജ്യത്തിന്റെ ഏറ്റവും നല്ല വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന മോദിജിയെ കൊണ്ടുവന്നു. കണ്ണാടിക്കാര് പറഞ്ഞപ്പോ ഞാനിപ്പോ നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ അഗ്രികൾച്ചർ ശിവരാജ് സിംഗ് ചൗഹാൻ, അദ്ദേഹം 6-ാം തീയതി വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സുരേഷ് ഗോപി സാറ് ഹെലിപ്പാഡിൽ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് പിരായിരിയിൽ നടക്കുകയാണ്. വെളിച്ചമില്ലാത്ത ഗ്രാമങ്ങളിലൂടെ അദ്ദേഹം വഴിയിൽ നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാത്തൂരിൽ പരിപാടി പങ്കെടുക്കുന്നുണ്ട്, കൽപ്പാത്തിയിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് സാധിക്കുന്ന ഒരു കാര്യം, നമുക്ക് 5 കോടി വേണ്ട, നമുക്ക് 700 കോടിയല്ലേ നല്ലത്.
നമുക്ക് 700 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ശോഭയെ അനുഗ്രഹിക്കണം, തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണം, അടുത്ത സ്ഥലത്തേക്ക് ഓടിപ്പോകാൻ ഉടൻ അനുവദിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ കണ്ടതിനും സ്വീകരിച്ചതിനും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇവിടെ നൽകിയ ഷാളിനും ഇവിടെ നൽകിയ സ്നേഹത്തിനും ഇവിടെ NSSന്റെ ചുമതലക്കാരനായിട്ടുള്ള നമ്മുടെ കൃഷ്ണൻകുട്ടി ചേട്ടൻ പറഞ്ഞ നല്ല വാക്കുകൾക്കും അദ്ദേഹമൊക്കെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. നല്ല നല്ല കാര്യങ്ങൾ. കാരണം എന്താണ്? കാരണം ഈ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലെ ജയ് ജയ് BJP. ഈ കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ശോഭയെ പോലെ ഒരു സഹോദരി കേരള നിയമസഭയിൽ പോകണം എന്നുള്ളത് കൃഷ്ണൻകുട്ടി ചേട്ടൻ പോലെയുള്ള മുതിർന്ന ആളുകളുടെ ആഗ്രഹമാണ്. അത് നിങ്ങളുടെ മുന്നിലാണ് എന്റെ ആദ്യത്തെ സത്യപ്രതിജ്ഞ. എങ്ങനെയാണ്? ഇവിടുത്തെ ടെക്നോളജിക്ക് വേണ്ടി, ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഇവിടുത്തെ തകർന്നു പോയ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി, യൂത്തിന് വേണ്ടി നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള മാനിഫെസ്റ്റോകൾ തയ്യാറാക്കിക്കൊണ്ട് അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ സ്പേസിന് വേണ്ടി, അതായത് ബഹിരാകാശത്ത് നടക്കുന്ന അത്തരത്തിലുള്ള വലിയ പുരോഗമനകരമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ സ്പേസിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വേണോ ചെറുത് എന്ന് ചോദിച്ച് ISROയുടെ സീനിയർ സയന്റിസ്റ്റ് ആയിരുന്ന ഡയറക്ടർ ശ്യാം മോഹൻ സാർ ഒരു മാസമായിട്ട് ഇവിടെ പാലക്കാട് വേലുകൊണ്ട് നിങ്ങളുടെ ശോഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളുമായിട്ട് ആശയം രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ പ്രൊഫസർമാർ, ഡോക്ടർമാർ, കാർഷിക മേഖലയിലെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ, ഒരു വമ്പൻ ടീമാണ് അവരിവിടെ വന്ന് അവരെന്താണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ ആളുകളുടെ ഹിതം അറിഞ്ഞുകൊണ്ട് മാനിഫെസ്റ്റോ തയ്യാറാക്കണം. അങ്ങനെ നമ്മൾ ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കിയിട്ടുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ പഠിച്ചതിന് ശേഷം ശോഭയായിരിക്കില്ല MLA എന്നുള്ള രീതിയിൽ ഭരണം നടത്തുക. ആരായിരിക്കും? പാലക്കാടിലെ ജനമായിരിക്കും, ജനസഭയായിരിക്കും. നമ്മൾ അറയാൽത്തറയിലും ഇരിക്കും, നമ്മൾ പള്ളിമുറ്റത്തും ഇരിക്കും, നമ്മൾ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും ഇരിക്കും, നമ്മൾ അവിടുത്തെ ബസ് സ്റ്റാൻഡിലും ഇരിക്കും. ആളുകളുടെ കയ്യിൽ നിന്ന് നിവേദനങ്ങൾ ഓരോന്നായിട്ട് വാങ്ങിയിട്ട് അത് ഓരോ ഘട്ടമായിട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കപ്പെടണമെന്നും അതിന് കേന്ദ്ര തലത്തിൽ നിന്നുള്ള എല്ലാ സഹായവും എന്റെ അഖിലേന്ത്യാ ലീഡർഷിപ്പ് എനിക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.